വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 27-ാം തീയതി ഒക്ടോബർ മാസം 2025. നമുക്ക് മന്ത്ലി കോൺട്രാക്റ്റിൻ്റെ ഇതുണ്ട്. നാളെയാണ് എക്സ്പയറി. മന്ത്ലി കോൺട്രാക്റ്റ്, വീക്ക്ലി കോൺട്രാക്റ്റ്, ഒക്ടോബർ മാസത്തിൻ്റെ എല്ലാ കോൺട്രാക്റ്റും, മന്ത്ലി കോൺട്രാക്റ്റും നാളെയാണ് എക്സ്പയറി ആകുന്നത്. അത് ബാങ്ക് നിഫ്റ്റി, സ്റ്റോക്ക് എല്ലാം മന്ത്ലി കോൺട്രാക്റ്റ് ആണല്ലോ. നിഫ്റ്റിയാണ് നമുക്ക് വീക്ക്ലി കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടൈം ഡീക്കേ അല്ലേ, ഇതാണ് ഓപ്ഷൻ ബയറിനെ പേടിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നിറച്ച് ഓപ്ഷൻ ബയർ ലോസ് ആകാൻ കാരണവും അതുകൊണ്ട് തന്നെയാണ് ഈ പേടി, ഈ ഫിയർ. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമല്ലോ. ഈ പേടി മാറ്റണമെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. നമുക്ക് എവിടെയാണ് ടൈം ഡീക്കേ നടക്കുന്നത്, എങ്ങനെയാണ് ടൈം ഡീക്കേ നടക്കുന്നത്, ഏതേത് സമയങ്ങളിലാണ് ടൈം ഡീക്കേ നടക്കുന്നത്, അതറിഞ്ഞാൽ നമുക്ക് എന്താണ്, പേടി കാണൂല അല്ലേ. നമുക്ക് പേടി കാണൂല, ഫിയർ കാണൂല. അപ്പോൾ ഈ സമയത്ത് ടൈം ഡീക്കേ നടക്കും. നമുക്കൊരു 80%, 90% പ്രോബബിലിറ്റി ഓഫ് ചാൻസസ് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാമല്ലോ അല്ലേ. സോ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ടൈം ഡീക്കേയെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് നമ്മൾ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ, അതായത് വെള്ളിയാഴ്ച നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്ത കാര്യമാണ്. നമ്മുടെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത ലെവൽസാണിത്. ഈ ലെവൽസ് എങ്ങനെയാണ് അക്യുറസി തന്നേക്കണമെന്നുള്ളത് നിങ്ങൾ തന്നെ അതും കമൻറ്റ് ബോക്സിൽ ചെയ്യുക. ഇത് റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ലെവൽസ് ഒരു 90%, ഞാൻ 100% പറയുന്നില്ല. കാരണം ഗോൾഡ് തന്നെ 100% പ്യൂരിറ്റി പറയുന്നില്ല അല്ലേ. ഗോൾഡിൻ്റെ വില എവിടെ പോയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ അത് തന്നെ 100% പ്യൂരിറ്റി നമുക്ക് പറയാത്ത സാഹചര്യത്തിൽ ഒന്നും ഈ ഭൂലോകത്തിൽ, ഈ മഹാപ്രപഞ്ചത്തിൽ 100% ചെയ്യാൻ ആകില്ല. സോ അതുകൊണ്ട് തന്നെ 85-90% നമ്മുടെ ഈ ലെവൽസ് 100%, 90% വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നിഫ്റ്റി ഫ്യൂച്ചർ വെച്ചിട്ടുള്ള ലെവൽസാണ് നമ്മൾ പറയുന്നത്. നിഫ്റ്റി ഫ്യൂച്ചർ, വീണ്ടും ശ്രദ്ധിക്കുക, നിഫ്റ്റി ഫ്യൂച്ചർ കണ്ടിന്യൂവേഷൻ ചാർട്ട്. നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് നിഫ്റ്റി ഐ എന്ന് പറഞ്ഞ് 1 എന്ന് പറഞ്ഞ് വരും. അത് ചാർട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് ഇടാവുന്നതാണ്. നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിലെടുത്ത് ഇടാവുന്നതാണ്. ഇത് 116 രൂപയാണ് അന്ന് പോയിൻ്റ് ഓഫ് കൺട്രോൾ പറഞ്ഞത്. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ കുറേ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്നവർക്ക് നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം പേഷ്യൻ്റ് വേണം. ആദ്യം നമുക്ക് ക്ഷമാശീലത വേണം. ക്ഷമാശീലത വേണം എന്ന് പറയാൻ കാരണം, എപ്പോഴും എല്ലാത്തിലും ക്ഷമാശീലത വേണം. പക്ഷേ ഇതിനകത്ത് കുറച്ച് കൂടുതലായിട്ട് ക്ഷമാശീലത വേണം ഓപ്ഷൻ ബയർ ആണെങ്കിൽ. കാരണം വെച്ചാൽ ഓപ്ഷൻ സെല്ലറിന് സമയം വേണം എക്സിറ്റ് ആവാൻ. കാരണം അവർ നമ്മളെപ്പോലെ 1 ലോട്ട് 2 ലോട്ടൊക്കെ റീറ്റെയിൽസാണ്. പക്ഷേ ഓപ്ഷൻ സെല്ലറാണ് ഏറ്റവും കൂടുതൽ ഈ ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യുന്നത്. നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും. കാരണം ഇതൊരു ഹെഡ്ജിങ് ടൂളാണ്. ഹെഡ്ജിങ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അറേഞ്ച് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന, ഈ പ്രൈസിങ് പ്രോഫിറ്റിനെ ലോസിനെയും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് NSE തന്നെ ക്രിയേറ്റ് ചെയ്ത് NSE തന്നെ തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് പാറ്റേൺ ആണ്. ഡെറിവേറ്റീവ്സ് എന്ന് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഈ NSE ക്രിയേറ്റ് ചെയ്യാൻ കാരണം നമ്മുടെ ലോസുകൾ കുറയ്ക്കാനായിട്ട് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും, റീറ്റെയിലിനാണെങ്കിലും ചെയ്യാം, പക്ഷേ അത് നമ്മൾ പഠിക്കണം. പക്ഷേ ഒരു ഹയർ ഇൻവെസ്റ്റേഴ്സ്, നല്ലൊരു വലിയ വലിയ ക്വാണ്ടിറ്റിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് ഇത് ഹെഡ്ജ് ചെയ്താണ് അവർ ചെയ്യുന്നത്. സോ ഈ ലെവൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ റെഗുലറായിട്ട് ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25,850 വരുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ടൈം ഡീക്കേ ഉണ്ടാവുന്നത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും നമ്മളൊരു ഗ്രൂപ്പിൽ ടെലഗ്രാം ചാനൽ ലൈവ് ഒബ്സർവേഷൻ പറ്റുന്ന ദിവസങ്ങളിൽ ഇടാറുണ്ട്. ലൈവ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടിരുന്നു. 116 രൂപ എന്ന് പറയുന്ന പോയിൻ്റ് ഓഫ് കൺട്രോൾ ചേഞ്ച്ഡ് മാറി എങ്ങോട്ട് മൂവായി, 108 രൂപയിലോട്ട് മൂവായി. 108 രൂപ എന്ന് പറഞ്ഞ് മൂവായി. അപ്പോൾ അതിനകത്ത് ടൈം ഡീക്കേ, പ്രീമിയം മെൽട്ടാകും എന്നുള്ള ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. രാവിലെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ 116 പറഞ്ഞത്, അത് വീണ്ടും 108 വന്നു. ഇതാണ് ടൈം ഡീക്കേ.
ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയാണ് രാവിലെ വർക്ക് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടാണ്. ഞാൻ 15 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. കാര്യത്തിൽ ട്രേഡിംഗ് 15 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് യൂസ് ചെയ്യാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷമാശീലത. ആ 15 മിനിറ്റ് സമയം കൊടുക്കണം നമ്മുടെ ഈ റേഞ്ച് എക്സ്റ്റൻഷനോ ഏത് രീതിക്കാണ് എങ്ങോട്ടാണ് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് പോകുന്നതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ നമുക്കൊരു 15-20 മിനിറ്റ് സമയം കൊടുത്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാര്യത്തിൽ ഓപ്ഷൻ സെല്ലറിന് ആ ഒരു ഡ്യൂറേഷൻ ഓഫ് സമയം വേണം. അവർക്ക് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനും പൊസിഷനിൽ നിന്ന് ഇറങ്ങാനും കയറാനും എല്ലാത്തിനും സമയം വേണം. ഇത് 26,000-ൻ്റെ PE ആണ്. 26,000-ൻ്റെ PE നമ്മൾ 115 രൂപ 116 രൂപയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്നാണ് പറഞ്ഞിരുന്നത് നമ്മൾ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നത്. ഇതിനകത്ത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, 115 രൂപ എത്ര അടിപൊളിയായിട്ട് ഹോൾഡ് ചെയ്തു എന്നുള്ളത് കണ്ടോ. ഹോൾഡ് ചെയ്തോ. രാവിലെ 9:30 24-ാം തീയതി ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ അതിൻ്റെ ലോ വച്ചേക്കുന്നത് 112, ക്ലോസ് വച്ചേക്കുന്നത് 119 രൂപ 65 പൈസ. ഇതിനേക്കാൾ പോയിൻ്റ് ഓഫ് കൺട്രോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. സോ ഇത് PE ആണ്. PE എന്നിട്ട് അവിടെ ഹോൾഡ് ചെയ്തത് അതിൻ്റെ ഹൈ എവിടെ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വച്ചേക്കുന്നത് 295 രൂപയിലാണ്. 100 രൂപ 100 പോയിൻറ്റിൽ കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ട് പ്രീമിയം ഓപ്ഷൻ ബയറിന്. ഇതിനേക്കാൾ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വേറെ എന്താണ് വേണ്ടത്? 100 പോയിൻറ്റിൽ കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇത് PE ആണ്. നമുക്ക് CE നോക്കാം. അതേ സ്ട്രൈക്ക് തന്നെയാണ് 26,000-ൻ്റെ അതേ സ്ട്രൈക്കിൻ്റെ PE ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതേ സ്ട്രൈക്ക് CE നോക്കിക്കോളൂ. ഇത് എവിടെയാണ് ഹോൾഡ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, CE 115 ഓപ്പൺ ഇസിക്കൽ ടു ഹൈ. അതിനുശേഷം അങ്ങോട്ട് പോയിട്ടേ ഇല്ല. 115 രൂപയ്ക്ക് അടുത്ത് പോലും അതേ സ്ട്രൈക്ക് 26,000-ൻ്റെ അതേ സ്ട്രൈക്ക് CE അതിൻ്റെ താഴെ ഓപ്പൺ ആവുകയും നമ്മൾ പറയുന്ന പോയിൻ്റ് ഓഫ് കൺട്രോളിൽ വില ഉറപ്പിച്ച് ഓപ്പൺ ആവുകയും എന്നിട്ട് താഴോട്ട് വരുന്നതാണ് കണ്ടത്. വീഡിയോ ഇച്ചിരി വലുപ്പത്തിൽ പോകുന്നുണ്ട്. സോ ഇത് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലേണിംഗ് കിട്ടും. ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ലെവലിലോട്ട് പോകാം. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ്. സോ ഇതാണ് ഇന്നത്തെ ലെവൽസ് ഇതൊക്കെയാണ്. ഈ താഴോട്ട് ഇഷ്ടംപോലെ സ്പീഡ് ബ്രേക്കറുണ്ട്. 1, 2, 3 ഇഷ്ടംപോലെ സ്പീഡ് ബ്രേക്കറുണ്ട്. കാരണം വെച്ചാൽ ഒക്ടോബർ 15-ാം തീയതി അടുപ്പിച്ചാണ് ഒരു അപ്പ് മൂവ് കിട്ടിയത്. 15, 16, അങ്ങനെ ആ ഒരു 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ടൊരു നിഫ്റ്റി ഫ്യൂച്ചറും സ്പോട്ടും നിഫ്റ്റി മുകളിലോട്ട് തന്നെ പോകുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ തീർത്തിട്ട് ഇറങ്ങി വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അദാനിയുടെ LICയുടെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുണ്ടെങ്കിലും പക്ഷേ ഇതങ്ങനെയല്ല. നമുക്കിവിടുത്തെ ഓപ്ഷൻ ചാർട്ട് എന്ത് പറയുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ഇവിടെ ലെവൽസൊക്കെ ഇടുന്നത്. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 95 രൂപയാണ് ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. അത് നോക്കിയോളൂ. നോക്കിയിട്ട് നിങ്ങളുടെ ടെക്നിക്കും നിങ്ങളുടെ അനാലിസിസും ഓക്കെ ആകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു എൻട്രിയും എക്സിറ്റും കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.